ലോകത്തിലുള്ള സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം. അത് നമുക്ക് വില കൊടുത്ത് പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയുന്നതല്ല. സൂപ്പർ മാർക്കറ്റുകളിൽ അത് അവൈലബിൾ അല്ല. മെഡിക്കൽ ഷോപ്പുകളിലും അത് വാങ്ങാൻ കിട്ടില്ല. ഈ ലോകത്തിലെ മതങ്ങൾക്കോ മതസംഹിതകൾക്കോ മനുഷ്യർക്കോ അത് നിങ്ങൾക്ക് ദാനം ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ എങ്ങനെ ഒരു സമാധാനം നമുക്ക് കൈവരിക്കാൻ കഴിയും? വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:7 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അപ്പോൾ എന്നാൽ എന്നവിടെ പറഞ്ഞിരിക്കുമ്പോൾ സമാധാനം ലഭിക്കുവാൻ, സമാധാനമുണ്ടാകുവാൻ എന്താണ് നാം ചെയ്യേണ്ടത് എന്നുള്ളത് തൊട്ടു താഴെയുണ്ട്. അത് 6 വാക്യം മുതലാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവികമായ സമാധാനം നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുവാൻ ശ്രമിക്കണം. പലപ്പോഴും നാം പലതിനെക്കുറിച്ചും വിചാരപ്പെടുന്നവരാണ്. വിശുദ്ധ ബൈബിളിൽ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിനകത്ത് ദൈവം പറയുന്നു, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ എന്ന് പറയുന്നത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ്. അവിടെ മലയാളം ബൈബിളിൽ ആകാശം എന്ന പദം കൊടുത്തിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഹെവൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ ട്രാൻസ്ലേഷനിലും. അപ്പോൾ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ദൈർഘ്യം, ദൂരം പോലെയാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിചാരം, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള കരുതൽ എന്നാണ് ദൈവം പറയുന്നത്. ആകാശമായിരുന്നെങ്കിൽ അതിൻ്റെ ഉയരം നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഒരു ഫ്ലൈറ്റിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത് എത്ര 1000 അടി ഉയരത്തിലാണ് പറക്കുന്നതെന്ന് അതിൽ അനൗൺസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ 3000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ 4000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിമാനത്തിനകത്ത് അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരം നമുക്കെടുക്കാൻ പറ്റും. എവറസ്റ്റ് കൊടുമുടിയിൽ കയറിയവർ എവറസ്റ്റ് കൊടുമുടിക്ക് എത്ര ഉയരമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. ഒരു മനുഷ്യൻ വലിയൊരു പർവ്വതത്തിൽ നിന്ന് ഒരു പാരച്യൂട്ടിൽ താഴേക്ക് ചാടുമ്പോൾ എത്ര അടി ഉയരത്തിൽ നിന്നാണ് താൻ താഴേക്ക് ചാടിയതെന്ന് തൻ്റെ മീറ്ററിൽ തെളിയുവാനായിട്ടിടയാകും. അപ്പോൾ ഈ ഭൂമിയിലെ എല്ലാ ദൂരങ്ങളും, എല്ലാത്തിനും നമുക്ക് അതിൻ്റെ നീളം, ഉയരം, വിസ്തീർണമൊക്കെ എടുക്കാൻ കഴിയും. പക്ഷേ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ആ ദൂരം, അതിന് എത്ര ദൂരമുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് ആർക്കും പറയാൻ കഴിയില്ല. ദൈവം പറയുന്നു, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ആ ദൂരം പോലെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നീളം പോലെയാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിചാരം, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള കരുതൽ. മനുഷ്യൻ എപ്പോഴും മനുഷ്യനെക്കുറിച്ചും തനിക്കുള്ളതിനെക്കുറിച്ചും വിചാരപ്പെടുന്നവരാണ്. എന്നാൽ ദൈവം ഒരിക്കലും ദൈവത്തെക്കുറിച്ച് തന്നെക്കുറിച്ച് തന്നെ വിചാരപ്പെടുന്നില്ല. ദൈവം എപ്പോഴും മനുഷ്യരെക്കുറിച്ച്, തൻ്റെ സൃഷ്ടികളെക്കുറിച്ച് വിചാരപ്പെടുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് വിചാരമുള്ള, നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്ന നല്ലൊരു ദൈവമുണ്ട് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് 1 മുഴം കൂട്ടുവാനോ 1 മുഴം കുറയ്ക്കുവാനോ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ആകുലപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകുന്നില്ല. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുക. 2, സകല പ്രയാസങ്ങളും, സകല ഭാരങ്ങളും, സകല വേദനകളും, സകല പ്രശ്നങ്ങളും അപേക്ഷയാലും സ്തോത്രത്താലും ദൈവത്തോട് അറിയിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം മുൻപാകെ നിങ്ങൾ അറിയിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഭാരങ്ങളെ നിങ്ങൾ ഇറക്കി വെച്ചാൽ, പ്രാർത്ഥിച്ചാൽ, സകല ബുദ്ധിയും കവിയുന്ന ഒരു വലിയ ദൈവിക സമാധാനം നിങ്ങളുടെ ഉള്ളത്തിലുണ്ടാകും. അങ്ങനെ സമാധാനപരമായ, സമാധാനമുള്ള, സന്തോഷകരമായ നല്ലൊരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ.